കൽപ്പറ്റ പെരുന്തട്ടയിൽ പശുക്കിടാവിനെ വന്യമൃഗം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ദേശീയപാത ഉപരോധിച്ച നാട്ടുകാർ. പുളിയാക്കുന്ന് സതീഷിന്റെ പശുക്കിടാവിനെയാണ് ഇന്നലെ രാത്രി വന്യമൃഗം ആക്രമിച്ചു കൊന്നത്. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുന്നത്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, നാട്ടുകാർ റോഡിലേക്ക് ഇറങ്ങി ഉപരോധ സമരം നടത്തുകയാണ്. വന്യജീവി ആക്രമണം കുറയുന്നില്ല. പശുക്കിടാരിയെ വന്യജീവികൾ ആക്രമിക്കുന്ന സംഭവം വന്നതോടുകൂടി അവർ വളരെ പെട്ടെന്ന് സംഘടിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അർജുൻ. വയനാട്ടിലാണ്, ഇടുക്കിയിൽ സമാനമായ അവസ്ഥ നിലനിൽക്കുന്നു. ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകൾക്ക് പുറമെ വയനാട്ടിലും വന്യജീവികളുടെ ആക്രമണം. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് മരിച്ചു. അവിടെ വണ്ണപ്പാറയിൽ ഹർത്താൽ അടക്കമുള്ള സമരങ്ങൾ നടക്കുന്നു. പാലക്കാട്ട് നമ്മൾ കണ്ടതാണ്, തമിഴ്നാട് അതിർത്തിയിൽ പലചരക്ക് കട കാട്ടാനകൾ അടിച്ചു തകർത്ത സംഭവം. ഇപ്പോൾ വയനാട്ടിലും കൽപ്പറ്റയിലാണ് പശുക്കിടാരിയെ വന്യമൃഗം ആക്രമിച്ചു കൊന്നിരിക്കുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നു. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അല്പം മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വന്യമൃഗം ഈ പശുവിനെ പിടിച്ചത്. ഇപ്പോൾ ഇതാ കടുവയാണെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ കഴിയുക. ഇപ്പൊ പ്രാഥമിക നിരീക്ഷണം പ്രകാരം DFO നമ്മളോട് അറിയിച്ചിരിക്കുന്നത് കടുവയാണ് ഇതിനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് നാട്ടുകാരൊക്കെ ഇവിടെ എത്തുകയും തുടർന്ന് ഈ പശുവിനെ റോഡിൽ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയും ചെയ്തത്. തുടർന്ന് MLA അടക്കം, സിറ്റിക്ക് MLA അടക്കം ഇവിടെ എത്തുകയും വിവിധ പാർട്ടികളുടെ നേതാക്കൾ എത്തുകയും DFO അടക്കമുള്ളവരോട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താം, എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു ഉറപ്പ് DFO നൽകുകയും ചെയ്തത്. ഇവിടെ തന്നെയാണ് കുറച്ചു നാൾ മുമ്പ് തന്നെ 3 പശുക്കളെ ഈ പുലി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുലിയും കടുവയും ഒക്കെ യഥേഷ്ടം വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിരക്ഷ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഇവരിറങ്ങിയത്, അല്ലെങ്കിൽ റോഡ് ഉപരോധത്തിലേക്ക് അടക്കം ഇവരിറങ്ങിയത്. കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ 3 പശുക്കളെ കൊന്നപ്പോഴും തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നും പറഞ്ഞിരുന്നു. അന്നും DFO ഇത്തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് നൽകിയത്. തീർച്ചയായും നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാത്രി ഈ പശുക്കുട്ടിയെ കൊല്ലുന്നു. നമുക്കറിയാം, ഒരു കർഷകർക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ കർഷകരുള്ള സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷീര കർഷകന്റെ പശുക്കുട്ടിയെ ഒരു കടുവ ഇത്തരത്തിൽ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. വന്യമൃഗങ്ങൾ സ്ഥിരമായി ഈ ആക്രമിക്കുന്നു, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു, അവരെ കൊല്ലുന്നു. തുടർന്ന് കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യം. മിക്ക ആൾക്കാർക്കും ഇപ്പോൾ നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതിയുള്ളത്. അത്തരത്തിൽ വിവിധ ആളുകൾ ഇപ്പോഴും ഉണ്ട്. പലരെയും ജീവഹാനി അടക്കം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഫെൻസിംഗ് രീതികൾ അടക്കം ഇവിടെ അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. ഈ ജീവികളെ പുറത്തേക്ക് വരാതിരിക്കാൻ, കാട്ടാനെ അടക്കമുള്ളത് പുറത്തേക്ക് കൊണ്ടുപോയി വരാതിരിക്കുവാനുള്ള ഫെൻസിംഗ് രീതിയാണ് അവലംബിക്കേണ്ടത്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫെൻസിംഗ് രീതിയോ കിടങ്ങ് നിർമ്മിക്കുന്നത് കൃത്യമായിട്ടില്ല എന്നുള്ള കൂടി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പരാമർശമായി ഉയർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിലാണ് പശുക്കിടാരിയെ വന്യമൃഗം ആക്രമിച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചത്. പുളിയാക്കുന്ന് സതീഷിന്റെ പശുക്കിടാരിയെ ഇന്നലെ രാത്രി വന്യമൃഗം ആക്രമിച്ച് കൊന്നിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് വീണ്ടും ഉറപ്പ് നൽകുന്നു. ഈ വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ നാട്ടുകാർ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.